ലോകത്തിൽ ആണും പെണ്ണും എന്നുള്ള രണ്ടു തരം പേരേ ഉള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇനി സൈന്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള അംഗങ്ങൾ ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കുന്ന ഉത്തരവ് ട്രംപ് അധികാരമേറ്റാൽ പാസാക്കുമെന്ന് നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു. 2025 ജനുവരി 20 അധികാരമേറ്റ ഉടൻ ട്രംപ് US സൈന്യത്തിലുള്ള ട്രാൻസ്ജെൻഡർമാരായ ആളുകളെ പിൻവലിക്കുന്ന ഉത്തരവിൽ ഒപ്പിടും. ഈ നീക്കം സായുധ സേനയിൽ നിന്ന് 15,000 ട്രാൻസ്ജെൻഡർ സർവീസ് അംഗങ്ങളെയാണ് അയോഗ്യരാക്കുക. ചില മുതിർന്ന ഉദ്യോഗസ്ഥർ സന്നദ്ധതയേക്കാൾ വൈവിധ്യം, തുല്യത എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് വാദിച്ചു. വലിയ ചികിത്സാ ചെലവുകളും മറ്റും കാരണം സായുധ സേനയിൽ ട്രാൻസ്ജെൻഡർമാരെ ഇനി അനുവദിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. 2019 ട്രംപ് അധികാരത്തിലുള്ളപ്പോഴാണ് ഈ നിരോധനം നിലവിൽ വന്നത്. പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരമേറ്റതിനു ശേഷം ആ നയം മാറ്റി. ഇപ്പോൾ ട്രംപ് ബൈഡന്റെ ഉത്തരവ് പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ സേവനമനുഷ്ഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരെ നീക്കം ചെയ്തുകൊണ്ട് പഴയ നിരോധനം കടുപ്പിക്കുമെന്നും വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നുണ്ട്. അമേരിക്ക പോലൊരു രാജ്യത്ത് മൂന്നാം ലിംഗത്തെ അംഗീകരിക്കില്ലെന്ന് പറയുന്നത് പരിഷ്കൃത ഭരണകൂടത്തിന് ചേർന്നതല്ലെന്നാണ് പൊതുവെയുള്ള സംസാരം. ലോകം മുന്നോട്ട് നയിക്കുമ്പോൾ LGBT കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുമ്പോൾ അമേരിക്ക പിറകിലോട്ടാണ് ചിന്തിക്കുന്നതെന്നും ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നു.